ആയുധങ്ങളും തോക്കുകളും വാങ്ങാൻ പണത്തിന് കുറവൊന്നുമില്ല. ഞാൻ ഇലോൺ മസ്കിനേക്കാളും മാർക്ക് സക്കർബർഗിനേക്കാളും ഒക്കെ തന്നെ സമ്പന്നനാണ്. സ്വയം അവകാശപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ രംഗത്ത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ വിളിച്ചു കൂവുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും കമന്റുകളും വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് തകർന്ന ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും കെട്ടിപ്പൊക്കിയത് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക ദുരന്ത സമയത്ത് കിട്ടിയ ഫണ്ടിൽ നിന്നാണ് എന്നതാണ്. അതടക്കം മസൂദ് അസർ എന്തിനാണ് ഇത്തരത്തിൽ വീമ്പിളക്കുന്നതെന്നും അവർ ചോദിക്കുന്നു. മാത്രമല്ല, കാൽ കാശിന് ഗതിയില്ല എങ്കിൽ പോലും ഡയലോഗിന് മാത്രം ഒരു കുറവുമില്ല എന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാത്രമല്ല, അജ്ഞാതൻ ഇത് കേൾക്കേണ്ട, കേട്ടാൽ കട്ടയും പടവും മടക്കും എന്നതാണ്. ബൈക്കിലെത്തി അദ്ദേഹം നിറയൊഴിച്ചിട്ട് പോകുമെന്നും കമന്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇതെന്തൊരു വിരോധാഭാസമാണ് എന്നും വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. മസൂദ് അസർ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇലോൺ മസ്കിനേക്കാളും മാർക്ക് സക്കർബർഗിനേക്കാളും സമ്പന്നനാണ് എന്ന് അവകാശപ്പെടുകയാണ്. ജിഹാദിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ലഭിച്ചു. ആയുധങ്ങളും തോക്കുകളും വാങ്ങാൻ ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. ജിഹാദിന് വേണ്ടി ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല എന്നതാണ് മസൂദ് അസർ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല, ജിഹാദിൽ ചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം ശവക്കുഴിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. നേരത്തെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മുഫ്തി അബ്ദുൾ റൌഫ് ആകട്ടെ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ ജീവിതം ജിഹാദിലാണ്, ജിഹാദ് ബഹുമാനം കൊണ്ടുവരും, ഈ സമൂഹം ജിഹാദ് നടത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്. IF-814 വിമാന റാഞ്ചൽ ആ ഒരു കേസിന്റെ സൂത്രധാരനും മസൂദ് അസറിന്റെ സഹോദരനുമാണ് ഈ അബ്ദുൾ റൌഫ് എന്ന വ്യക്തി. അതേസമയം നവംബർ 10 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ചാവേറായ ബോംബർ ഡോക്ടർ ഉമർ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സ്ഫോടന കേസ് പ്രതികളായ ഉമർ മുഹമ്മദും മുസമ്മിൽ ഷാഗിലും ഒക്കെ തന്നെ ഡൽഹി സ്ഫോടനങ്ങൾക്ക് മുൻപേ തന്നെ തുർക്കിയിലേക്ക് പോയിരുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. ഒപ്പം തന്നെ മസൂദ് അസറുമായിട്ടുള്ള ബന്ധങ്ങളും ഇതിലൂടെ തന്നെ പുറത്തു വരികയും ചെയ്തു. തുർക്കിയിൽ വെച്ച് ജെയ്ഷെ മുഹമ്മദ് ഭീകരനുമായി അവർ കൂടിക്കാഴ്ച നടത്തിയതായും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നടന്ന എല്ലാ ഭീകരാക്രമണത്തിന് പിന്നിലും ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറും സംഘവുമാണ് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. പാക് സംരക്ഷണയിൽ ഇന്ത്യയിൽ അവിടെ ചോര വീഴ്ത്താനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു ഇതിലൂടെ തന്നെ അവർ നടത്തിയതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. പാർലമെന്റ്, അതേപോലെ തന്നെ പാത്തൻകോട്, പുൽവാമ ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ, ഏറ്റവും ഒടുവിലായി ഡൽഹിയിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പോലും ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തീവ്രവാദത്തിന് സ്പോൺസർ ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിലും ഇനിയും അജ്ഞാതൻ ഇറങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടി അവർക്ക് നൽകിയിരുന്നു. മുന്നും പിന്നും നോക്കാതെ തന്നെ വെടിയുണ്ടകൾക്ക് എണ്ണമെടുക്കാൻ മാത്രമാകും പാകിസ്ഥാന് സമയമുണ്ടാകുമോ എന്ന പരിഹാസവും ഇതിലൂടെ തന്നെ ഉയർന്നു കേട്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.